അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ആട് ട്രിലോജി അല്ലേ, അതിൻ്റെ മൂന്നാം ഭാഗം. അതായത് നമ്മുടെ ആദ്യമായിട്ട് പരാജയപ്പെട്ടൊരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് എടുത്ത് വിജയിപ്പിക്കുക, അതിൻ്റെ തേർഡ് പാർട്ട് ചെയ്യുക അല്ലേ, അങ്ങനത്തെ പ്രത്യേകതരം ഒരു ഇതുവരെ വന്ന അപ്ഡേറ്റ്സ് ഒക്കെ ഭയങ്കര വിചിത്രമാണ്. അതെ, കാരണം നമ്മൾ ഒരു പീരിയോഡിക് ഇവരുടെ ലുക്കൊക്കെ വരുന്നുണ്ട്. അതെന്താണ് സംഭവം, പിന്നെ ടൈം ട്രാവൽ ആണെന്ന് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് പരിപാടി എന്ന് കാണാം. അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം, അപ്പോൾ ഒരു ഐഡിയ കിട്ടും. ആകാശത്തിനുമപ്പുറത്ത് ഏതോ ഒരു ലോകത്ത് നിന്നും ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ ആ കാരണവുമായി ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെ അതെ, എന്തോ അജ്ഞാതമായ ശക്തി ഇതിനടുത്ത്. മൈസൂർ റോക്കറ്റ്. അതാണ് ഇതന്വേഷിച്ച് പല ദുഷ്ടശക്തികളും പല കാലങ്ങളിലും ഇതിനു വേണ്ടി യുദ്ധങ്ങൾ വരെ നടക്കും. ഭയങ്കര പ്രൊഡക്ഷൻ ഉണ്ടല്ലേ, സ്കെയിലുണ്ട്. മൈസൂർ ഈ പുഴയ്ക്ക് പുഴകിലൂടെ നാഗത്താം പാലത്തിന്റെ പണി നടക്കണം. നമുക്ക് ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ കയറി നിന്ന് നമ്മൾ ഇപ്പൊ അതെ അതെ അത് മതി. ഇനി ഇട്ടുപിടി. ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. ഈ വയ്യാത്ത നടുവില്ല എനിക്ക് ഫുക്രോനെ റീപ്ലേസ് മറ്റേ ഒരാള് പുള്ളിയും ചേഞ്ച് ആയിരുന്നു അല്ലേ. ഓ, എല്ലാവരുടെയും മ്യൂസിക് ഇങ്ങനെ കമ്പൈൻ ചെയ്യണം. എന്റെ ബാക്കിൽ ബാങ്കോക്കും മുന്നിൽ മയാമിയുമാണ്. കം ടു ഡാഡി. ഫ്രെയിം റേറ്റ് വേറെയാണ്. ഷാൻ റഹ്മാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നത് ഡോൺ വിൻസെന്റ്. വൺ ലാസ്റ്റ് റൈഡ് പാർട്ട് 1. ഇത് ഒരു മറ്റേ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിനെ കളിയാക്കിയതാണോ, വൺ ലാസ്റ്റ് റൈഡ് എഗെയിൻ. ഭയങ്കര ഒരു സംഭവം, രസകരമായ മിക്സ്. അതെ അതെ, നമ്മള് അതായത് ഇവ പറഞ്ഞ നമ്മള് ഇപ്പം ഈ സിനിമയ്ക്കൊരു കംപ്ലീറ്റ്ലി ആ ഇതിന്റെ കോമഡിയുടെ മീറ്റർ ഉണ്ടല്ലോ, അപ്പൊ ആ മീറ്ററിൽ നിന്നുകൊണ്ട് ഇവർ ഈ പഴയ കാലത്തെ ഈ രാജാപ്പാട്ട് പടങ്ങൾ ഇപ്പം ഒരുപാട് ഈ അടുത്തിടയ്ക്ക് കുറെ വരുന്നുണ്ടല്ലോ, അപ്പൊ എല്ലാ ലാംഗ്വേജിലും വരുന്നുണ്ട്. അപ്പം അവിടെയും ഒരു ഹ്യൂമർ ട്രാക്ക്, അതായത് നമ്മൾ യൂഷ്വലി അത് വരുമ്പോൾ അത് ഭയങ്കര സീരിയസ് സംഭവമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ട്രെയിലർ തുടങ്ങിയപ്പം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ലൈൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇതായിട്ട് പോകുന്നു. പെട്ടെന്ന് ആ ഷിഫ്റ്റ് നല്ല രസമാണ്, കാരണം ഹ്യൂമറസ് ആയിട്ടാണ് ആ ഏരിയസ് ഒരു ഹാൻഡിൽ ചെയ്തത്. കാരണം ഒരുപാട് പേർക്ക് ഈ ലുക്കുകളൊക്കെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ഡൗട്ടായിരുന്നു, ഒരുപാടിട്ട് കുഴച്ചത് കുളമായി പോകുമോ എന്നുള്ളൊരു. പക്ഷെ അത് നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്ത്, കാരണം ഈ പഴയകാലം എടുക്കുമ്പോഴത്തേക്കും സാറിനെ കോമഡി പ്രതി ചെയ്യുന്ന വെച്ചാൽ അത് അതിനകത്ത് കുറച്ച് സെറ്റ് ഡിസൈൻ ഒക്കെ കുറച്ച് കോമഡി ആയിരിക്കും. പക്ഷെ ഇത് വെൽ പ്രൊഡ്യൂസ്ഡ് ഒരു, കാരണം സ്കെയിൽ വൈസ് നല്ല രസമുണ്ട്. തിയേറ്ററിൽ കാണാനുള്ള പരിപാടിയാണ്, അതിനുള്ള സംഭവം പടത്തിൽ. നല്ല ഇനിഷ്യലും കിട്ടാൻ ചാൻസ്. എന്റർടൈനർ ആണ്. അതായത് ഇപ്പൊ എനിക്ക് ആട് 2 ഫസ്റ്റ് ഡേ റെസ്പോൺസ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് അന്ന് 4 സിനിമകൾ ഒരുമിച്ച് കണ്ട ദിവസമാണ് ഞങ്ങൾ മറ്റേ മൂവി മാരത്തോൺ ഡേ. അപ്പം നമ്മൾ രാവിലെ മായാനദി റിലീസായി മായാനദി കണ്ട് ഇറങ്ങി അതേ തിയേറ്ററിൽ തന്നെ
ആണ് ആട്. ഞാൻ അതിലുണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അന്ന് ആ മായാനദി കണ്ടിറങ്ങുന്നു, ടിക്കറ്റ് എടുക്കുന്നു, വീണ്ടും കയറുകയാണ് ആട് 2. അപ്പോൾ ആട് 2 ഹൗസ്ഫുള്ള. അപ്പോൾ അത് ഭയങ്കര റെസ്പോൺസ്. അപ്പം നമ്മൾക്ക് എല്ലാവരും ഈ ആട് 1 ഈ പറഞ്ഞ പോലെ ഞാനും TV വന്നതിന് ശേഷം അല്ലെ DVD ഇറങ്ങിയപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അത് കണ്ട ആട് 2 നമ്മൾ തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ ആട് 2 സെലിബ്രേറ്റ് ചെയ്യാൻ ആൾക്കാർ വരിക. കാരണം എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ പടത്തിലെ കഥ എന്താ കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നതിനേക്കാളും എല്ലാ ക്യാരക്ടേഴ്സിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വരും. എല്ലാ ക്യാരക്ടേഴ്സിനും ഇൻട്രൊഡക്ഷന് ഐഡിയ, അങ്ങനത്തെ ഒരു വൈബാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഈ അവൻ ജോലി അന്വേഷിച്ച് എറണാകുളത്തൊരു ഒരുപാട് പേര് താമസിക്കുന്ന റൂംസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ കുറച്ചധികം പേരെടുത്ത് താമസിക്കും. അപ്പം അവന് ജോലി അന്വേഷിക്കാൻ പോകുന്നു, ജോലി കിട്ടുന്നില്ല, തിരിച്ച് റൂമിൽ വരുന്നു, ജോലി അന്വേഷിക്കും. ഈ സംഭവമാണ്. അപ്പം മൊത്തത്തിൽ ഭയങ്കര ഡെസ്പാണ് പുള്ളി. അപ്പം പുള്ളി പറയുന്നതാണ് രാവിലെ എഴുന്നേക്കും, ഈ ആട് 1 പ്ലേ ചെയ്യും, ഇതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കും ഇത് ഫുൾ ടൈം. അതൊരു കുറച്ച് എനർജി ആണെന്ന് പുള്ളി എപ്പോഴും പറയുന്നത്. കാരണം ഇത് ഒരുപാട് പേർക്ക് എങ്ങനെ ഒരു ഇതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഒരു കംഫർട്ട് മൂവി ആയിട്ട് ഒരുപാട് പേര്. അല്ല ഇപ്പൊ ആട് 2 ആണെങ്കിലും തന്നെ TV-യിലൊക്കെ വരുമ്പോഴേ നമ്മളിങ്ങനെ ചുമ്മാ ചാനൽ മാറ്റിയിട്ട് നമ്മൾ എസ്പെഷ്യലി ഫുഡ് കഴിക്കുന്ന ടൈമിൽ ചാനൽ മാറ്റി വെച്ച് അങ്ങനെ കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു പടമാണ്. കാരണം അത് അതിനകത്ത് ഈ പറഞ്ഞ ഫുൾ സ്റ്റോറി കാണണമെന്നില്ലല്ലോ, അതിനകത്ത് ഇങ്ങനെ ഓരോ സെഗ്മെന്റ് പോലെ. അപ്പൊ അതിങ്ങനെ കണ്ട് അത് ആസ്വദിച്ച് പോകാന്നുള്ള സീനുകൾ ഇഷ്ടം പോലെ ഉണ്ട്. മറ്റേ ഇവര് സീത വിളിച്ചിട്ട് വന്നാന്ന് പറയുന്ന ആ സീക്വൻസ് തന്നെ മൊത്തത്തിൽ. ഇവരുടെ ഇന്റർവ്യൂസ് ഇപ്പം നടക്കുന്നുണ്ട്. അത് ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞപ്പോൾ വിജയ് ബാബുവിന് ഇന്റർവ്യൂ പറഞ്ഞു. പിന്നെ പ്രൊഡ്യൂസർ ഈ കാവ്യ ഫിലിംസിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള വേണു കുന്നപ്പള്ളി, പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടു. അപ്പോൾ അതിൽ ഇവരെല്ലാവരും ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ ആയിരുന്നു വെച്ചാൽ ഡ്യൂഡിന്റെ പേരെ പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു വിനായകന്റെ ക്യാരക്ടറിന് ഇതിനകത്ത് ഭയങ്കര രസമായിരിക്കും. വിനായകന്റെ ക്യാരക്ടർ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. പുള്ളിക്ക് വെർബൽ കോമഡി അല്ല, പക്ഷെ പുള്ളിയാണെന്ന് പറയുന്നതുകൊണ്ട് അത് തന്നെ, അതുകൊണ്ട് ഉണ്ടാകുന്ന രസമാണ്. പുള്ളി ആക്ച്വലി ഇതുപോലെ തന്നെ രാജാവാണ് അഭിനയിച്ച് പോകണം, മറ്റേ ചന്ദ്രേട്ടൻ്റെ സിനിമയ്ക്ക് ഭയങ്കര രസമായിരുന്നു. അപ്പം സോ നമ്മൾ ഏതായാലും ഇത് മാർച്ച് 19 അന്ന് അറിയാലോ, അന്ന് വലിയ 2 കടാകടിയന്മാരുടെ അതിന്റെ കൂടെ ഇറങ്ങുന്നത്. ഇതിനകത്ത് വരെ കം ടു ഡാഡി എന്ന് പറയുന്നില്ലേ, അതേ സമയത്ത് മറ്റേ തൊട്ടപ്പുറത്തെ തിയേറ്ററിൽ ആക്ഷൻ പറയുന്നുണ്ട്. ഡാഡിമാരുടെ ഏറ്റുമുട്ടലാണ്. ഡാഡിമാരുടെ ഏറ്റുമുട്ടല, ഡാഡീസ് ഹോമും അല്ലേ, ഡാഡി വേഴ്സസ് ഡാഡി. അതെ. സോ അപ്പം ഏതായാലും നമ്മൾ ആട് 3 ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ പോയി കാണുന്നതായിരിക്കും. അന്ന് മാർച്ച് 19 ആക്ച്വലി ഒരു മൂവി മാരത്തോൺ ഡേ ആണ്. പിന്നെ ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്കന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല. നമ്മുടെ റിവ്യൂ അല്ല, നമ്മുടെ ഷൂട്ടിന്റെ സമയത്താണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് അറിയില്ല. ഇന്ന് തന്നെ നമ്മള് കോമിക്കോൺ ആദ്യമായിട്ട് കൊച്ചി വന്നിട്ട് അത് കാണാൻ വേണ്ടി പോവാണ്. അത് ഇറങ്ങാൻ നിന്ന സമയത്താണ് ഈ പരിപാടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്ത് കൈയോടെ നമ്മൾ നേരെ കോമിക്കോണിലേക്ക് വിടുകയാണ്. അപ്പോൾ നമുക്ക് ഇനി കോമിക്കോണിൽ കാണാം.